ഹലോ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ 1, 2, 3 ക്ലാസ്സുകൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഗട്ട്സ് അഥവാ പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് സത്പുര മുതൽ കന്യാകുമാരി മുതൽ സത്പുര വരെ നീണ്ടിരിക്കുന്നൊരു ബൃഹത്തായ ഒരു മലനിരയാണ് പശ്ചിമഘട്ടം മലനിരകൾ എന്ന് പറയുന്നത്. നമുക്കെല്ലാം നമ്മൾ കൊച്ചിലെ മുതൽ സ്കൂൾ ലെവലിൽ മുതൽ നമ്മൾ പഠിച്ചു വരുന്നൊരു കാര്യമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് 1 മാർക്ക് 1, 2 മാർക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നതാണ്. സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയെ പറയുന്ന പേരാണ് പശ്ചിമഘട്ടം. അപ്പോൾ പശ്ചിമഘട്ടം എന്താണ്? സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയെ പറയുന്ന പേരാണ് പശ്ചിമഘട്ടം. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൂടാതെ തന്നെ നമ്മുടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. നമ്മുടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കൂടിയാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, അറബിക്കടലിന് സമാന്തരമായിട്ടാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ പോകുന്നത്. നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് അറബിക്കടലാണെങ്കിൽ അറബിക്കടലിന് സമാന്തരമായിട്ടല്ലേ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ പോകുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണേ. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം മറക്കരുത്. വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ വടക്കൻ മഹാരാഷ്ട്രയിൽ, അപ്പോൾ നമുക്ക് നാളെ നമ്മളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പല പേരുകൾ വരും. അപ്പോൾ നമ്മൾ ആൻസർ സഹ്യാദ്രി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കറപ്പിക്കുക, സഹ്യാദ്രിയാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ വടക്കൻ മഹാരാഷ്ട്രയിൽ നോട്ട് ചെയ്തോണേ, വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ് കേട്ടോ. സഹ്യാദ്രി എന്ന പേരിലാണ്. അതുകൂടാതെ തന്നെ കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതം. നമ്മളറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ സഹ്യപർവ്വതം നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതമെന്നും വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നും. അപ്പോൾ വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നും കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നും ആണ്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തെ പൂർവ്വഘട്ടമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? നീലഗിരി മലനിരകളാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തെ പൂർവ്വഘട്ടമായി ബന്ധിപ്പിക്കുന്നത് ഏത് മലനിരകളാണ്? നീലഗിരി മലനിരകളാണ്. ഈ ഒരു പോയിന്റ്സ് ഒക്കെ PSC അതുപോലല്ല ചോദിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി നമ്മളെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്, കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ്സ് എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് PSC ചോദിക്കാൻ ഇനി മുതൽ സാധ്യതയുള്ളത്. ഇനി മുതൽ ചോദിക്കുന്നതും ഇനി എല്ലാ പരീക്ഷകൾക്കും ഇനി അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കേസായാലും അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പം പോയിൻറ്റ്സ് ആയിട്ടല്ല PSC ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തന്നെ എല്ലാ പോയിൻറ്റ്സും അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനലിന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങളൊന്ന് കാണാൻ ഒന്ന് പരിഗണിക്കണം. കാരണം നമ്മുടെ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ക്ലാസ് ഇട്ടതിനൊന്നും വ്യൂസ് ഇല്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് വേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അഭിപ്രായത്തിൽ രേഖപ്പെടുത്തുക. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉപകാരപ്പെട്ടതും ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് ബേസ് ഫാക്റ്റാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച്. എന്തൊക്കെയാണ് പറഞ്ഞത്? സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയെ പറയുന്ന പേരെന്താണ്? പശ്ചിമഘട്ടം. അതുപോലെ തന്നെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? സഹ്യാദ്രിയാണ്. സഹ്യാദ്രി.
അതുപോലെ തന്നെ കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? സഹ്യപർവ്വതം എന്ന പേരിലാണ്. സഹ്യപർവ്വതം എന്ന പേരിലാണ്. അതുകൂടാതെ തന്നെ പശ്ചിമഘട്ടത്തെ പൂർവ്വഘട്ടവുമായി ബന്ധിപ്പിക്കുന്ന മലനിരകളെ പറയുന്ന പേരെന്താണ്? നീലഗിരി മലനിരകൾ. നീലഗിരി മലനിരകൾ. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. നീലഗിരി മലയിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗം ഏതാണ്? തോടറാണ് കേട്ടോ. അപ്പം പഠിച്ചു വെച്ചോണേ. നീലഗിരി മലയിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗം ഏതാണ്? തോടറാണ്. തോടർ. അപ്പോൾ ഇപ്പോൾ പഠിച്ചു വെച്ചോണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉള്ളതാണ്. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം നീലഗിരി മലയിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗം ഏതാണ്? തോടറാണ്. തോടർ. ക്ലിയർ ആണ്? അടുത്തത് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള തീരപ്രദേശത്തെ പറയുന്ന പേരാണ് കൊങ്കൺ തീരം. തീരപ്രദേശത്തെ പറയുന്ന പേരെന്താണ്? കൊങ്കൺ തീരം. നമുക്കറിയാം കൊങ്കൺ തീരത്തിന് സമാന്തരമായിട്ടല്ലേ ഈ അറബിക്കടലും അതുപോലെ പശ്ചിമഘട്ടം പോകുന്നത്. അപ്പോൾ അതിനെ വെച്ച് കണക്ട് ചെയ്തോണേ. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള തീരപ്രദേശത്തെ പറയുന്ന പേരാണ് കൊങ്കൺ തീരം. നമ്മൾ കൊങ്കൺ തീരത്തിലൂടെ പോകുന്ന റെയിൽവേ കൊങ്കൺ റെയിൽവേ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം കണക്ട് ചെയ്തോണേ. പശ്ചിമഘട്ടത്തിലും അറബിക്കടലിലും ഇടയിലുള്ള തീരപ്രദേശത്തെ പറയുന്ന പേരെന്താണ്? കൊങ്കൺ തീരം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ടത്തിൻ്റെ പരമാവധി നീളം എത്രയാണെന്ന്? 1600 കിലോമീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുമേ. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ പരമാവധി നീളം എത്രയാണ്? 1600 കിലോമീറ്റർ. 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ പരമാവധി നീളമായിട്ട് വരുന്നത്. 1600 കിലോമീറ്റർ ആണ്. ക്ലിയർ ആണ്? കേരളത്തിൻ്റെ മലനാട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം മലനാട് എന്താണ്? പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ മലനാടായിട്ടുള്ളൊരു പ്രദേശമാണല്ലോ. അപ്പോൾ അത് കണക്ട് ചെയ്യാമല്ലോ. കേരളത്തിൻ്റെ മലനാട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ മലനാട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. ക്ലിയർ ആണ്? കേരളത്തിലെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് വെച്ച് കണക്ട് ചെയ്യാലോടെ. കേരളത്തിൻ്റെ മലനാട് കംപ്ലീറ്റ് എന്താണ്? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇടുക്കി, പാലക്കാട്, ഇടുക്കി, നമ്മുടെ മലനിരകൾ പാലക്കാട്, ഇടുക്കി, വയനാട് അതെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ മലനാട് എന്ന് പറയുന്നത് പോലും പശ്ചിമഘട്ടത്തിൻ്റെ കംപ്ലീറ്റ്ലി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? കേരളത്തിൻ്റെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ക്ലിയർ ആണേ? അതൊക്കെ ബേസ് ഫാക്റ്റാണ്, നമുക്കത് അറിയാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ത്യയുടെ മാപ്പ് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം താഴെയുള്ളത്. അപ്പം നമുക്ക് താഴെ നിന്ന് പോകാം. നമുക്കറിയാം അറബിക്കടലിന് സമാന്തരമായിട്ടാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്തൊന്ന് പഠിച്ചു പോകാം. ഫസ്റ്റ് തന്നെ നമ്മളറിയാം താഴെ വരുന്ന ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്, അതിന് മേളിൽ കേരളം, അതിന് മേളിൽ കർണാടക, അതിൻ്റെ മേളിൽ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. എങ്ങനെയാണ്? അറബിക്കടലിന് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ട മലനിരകൾ പോകുന്നത്. അപ്പോൾ താഴെ തമിഴ്നാട് കണക്ട് ചെയ്തേ. മേളിൽ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പം നിങ്ങൾ താഴെ നിന്ന് മേളിലോട്ട് കണക്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. തമിഴ്നാട്, കേരളം, കർണാടക, അതിൻ്റെ മേളിൽ ഏതാണ്? ഗോവയ്ക്ക് മേളിൽ ഏതാണ്? മഹാരാഷ്ട്രയ്ക്ക് മേളിൽ ഏതാണ്? ഗുജറാത്ത്. അപ്പോൾ ക്ലിയർ ആയേ? ഞാൻ ഒന്നുകൂടെ പറയാം. തമിഴ്നാട്, പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? താഴേന്ന് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. താഴേന്ന് മുതൽ തുടങ്ങിപ്പോകണം. തമിഴ്നാട്, അതിന് മുകളിൽ കേരളം, കേരളത്തിന് മുകളിൽ കർണാടകയ്ക്ക് മുകളിൽ ഗോവയ്ക്ക് മുകളിൽ മഹാരാഷ്ട്രയ്ക്ക് മുകളിൽ ഗുജറാത്ത് വരെ. തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെയാണ് സംസ്ഥാനങ്ങൾ, പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ വരുന്നത്. ഇനി 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുവേ. അടുത്തത് കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടമാണ് കേട്ടോ. അഗസ്ത്യാർകൂടം. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടമാണ് കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബയോളജിക്കൽ പാർക്കായിട്ട് വരുന്നത്. അഗസ്ത്യാർകൂടമാണ്.
പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു. അപ്പോൾ എന്താണ്, പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2012. 2012 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയത്. ക്ലിയർ ആണ്. ഇന്ത്യൻ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടം പ്രധാന പങ്ക് വഹിക്കുന്നു. അറിയാമല്ലോ നമുക്ക്, ഇന്ത്യൻ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടം പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി വിസ്തീർണം വരുന്നത് 1,40,000 ചതുരശ്ര കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി വിസ്തീർണം വരുന്നത് 1,40,000 ചതുരശ്ര കിലോമീറ്ററാണ് വരുന്നത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവാണ് പാലക്കാട് ചുരം. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവാണ് പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്? പാലക്കാട്, കോയമ്പത്തൂർ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിടവ് എന്ന് പറയുന്നത് പാലക്കാട് ചുരമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിടവ് എന്ന് പറയുന്നത് ഏതാണ്? പാലക്കാട് ചുരമാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 30 കിലോമീറ്ററാണ് കേട്ടോ. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി 30 കിലോമീറ്ററാണ്. ക്ലിയർ ആണ്. അടുത്തത്, പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? സിംഹവാലൻ കുരങ്ങ് നമുക്കറിയാം. നീലഗിരി താറ്, നീലഗിരി ലങ്കൂർ. ഈ നീലഗിരി താറ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വരയാടിനെയാണ് നീലഗിരി താറ് എന്ന് പറയുന്നത്. വരയാട് കേട്ടോ. അപ്പം വരയാടിനെയാണ് നീലഗിരി താറ് എന്ന് പറയുന്നത് കേട്ടോ. ഈ വരയാടും വംശനാശ ഭീഷണി നേരിടുന്നൊരു മൃഗമാണ് ഈ വരയാട് അഥവാ നീലഗിരി താറ്. നമ്മളറിയാം, നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെ നമ്മൾ വരയാടിനെ കാണാൻ പോകാറൊക്കെ ഉള്ളതാണ്, നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പം വരയാട് എന്ന് പറയുന്നത് എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് നീലഗിരി താറ് എന്ന് പറയുന്നത്. ഈ നീലഗിരി താറ് അഥവാ വരയാട് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് ഈ നീലഗിരി താറ് അഥവാ വരയാട് എന്ന് പറയുന്നത്. അടുത്തത് നീലഗിരി ലങ്കൂർ എന്ന് പറയുമ്പോൾ കരിങ്കുരങ്ങിനെയാണ് പറയുന്നത്. കരിങ്കുരങ്ങിൻ്റെ പറയുന്ന പേരാണ് നീലഗിരി ലങ്കൂർ കേട്ടോ. ക്ലിയർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താറ് അഥവാ വരയാട്, അതുപോലെ തന്നെ നീലഗിരി ലങ്കൂർ അഥവാ എന്താണ്? കരിങ്കുരങ്ങ്. ഈ നീലഗിരി താറെന്ന് പറയുന്നത് ഏത് മലനിരകളിൽ വേണമെങ്കിലും ചാടിക്കയറുന്നൊരു ജീവിയാണ്, വരയാടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ താർ കമ്പനിക്ക് താർ എന്നുള്ള പേര് വരാൻ കാര്യം. ഏത് മലനിരകളിലും അത് വലിഞ്ഞു കയറും കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോണേ. അപ്പം പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താർ എന്താണ്? വരയാടാണ് നീലഗിരി താറായിട്ട് വരുന്നത്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് നീലഗിരി താർ കേട്ടോ, അഥവാ വരയാട്. അടുത്തത് ഏതാണ്? നീലഗിരി ലങ്കൂറിന് മറ്റൊരു പേരെന്താണ്? കരിങ്കുരങ്ങിനെ പറയുന്ന പേരാണ് നീലഗിരി ലങ്കൂർ. ക്ലിയർ ആണ്. ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണേ, നമുക്ക് ഇതൊക്കെ മാർക്കുകളാണ്. അടുത്ത നമുക്ക് നോക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ് കേട്ടോ. അപ്പം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയുടെ ഉയരം PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് 2695 മീറ്ററാണ് കേട്ടോ. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരമായിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ താൽക്കട്ട് ചുരം എന്ന് പറയുന്നത് മുംബൈയും നാസിക്കും കേട്ടോ. മഹാരാഷ്ട്രയിലെ മുംബൈയും അതുപോലെ തന്നെ നാസിക് നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൽഘട്ട് ചുരം. അടുത്തത് ബോർഘട്ട് ചുരം മുംബൈ പൂനെയാണ് കേട്ടോ. ബോർഘട്ട് ചുരം മുംബൈ പൂനെയാണ്. അതുപോലെ തന്നെ പാലക്കാട് ചുരം ഏതാണ്? പാലക്കാടും കോയമ്പത്തൂരും നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ PSCക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് പ്രധാന ചുരങ്ങളായിട്ട് വരുന്നത്? താൽഘട്ട് ചുരം. ഒന്നാമത്തെ താൽഘട്ട് ചുരം എന്ന് പറയുമ്പോൾ മുംബൈയും നാസിക് നഗരത്തെയും ബന്ധിപ്പിക്കുന്നതാണ്. മുംബൈയും നാസിക്കിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൽഘട്ട് ചുരം. രണ്ടാമത്തെ ബോർഘട്ട് ചുരം മുംബൈ പൂനെ
ബന്ധിപ്പിക്കുന്നതാണ്. മുംബൈ പൂനെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ബോർഗട്ട് ചുരം എന്ന് പറയുന്നത്. അടുത്തത് പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാട് കോയമ്പത്തൂർ നഗരങ്ങളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്. ഈ ഒരു 3 ചുരങ്ങളും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് പശ്ചിമഘട്ടത്തിൻ്റെ ബേസിക് ഫാക്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പശ്ചിമഘട്ടം നമുക്ക് 2 ക്ലാസ്സായിട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ആദ്യത്തെ നമ്മൾ ബേസിക് ഫാക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഇനി അടുത്തത് കമ്മിറ്റികളാണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റികളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാസ്സാണ് ഇനി അടുത്ത ദിവസം നമ്മൾ ഇടാൻ പോകുന്ന ക്ലാസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലതായിട്ട് വരുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരു നീണ്ട ക്ലാസ്സായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, അതുപോലെ തന്നെ വ്യൂസും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് ചെറിയ രീതിയിൽ തന്നെ ഇടുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് റെഫർ ചെയ്ത് ഇതിൻ്റെ നോട്ടുകളും കാര്യങ്ങളും നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പം ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ടുകളൊന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. നമ്മൾ വളരെ ലളിതമായിട്ടാണ് ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം എഫേർട്ട് എടുത്ത് ടൈപ്പ് ചെയ്തൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ് വരുന്നത്. വളരെയധികം എഫേർട്ട് ഉണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതിനുള്ളൊരു സപ്പോർട്ട് തരിക തന്നെ വേണം. നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായമായിട്ട് തന്നെ രേഖപ്പെടുത്തണം. എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നതിന് പറഞ്ഞു ഇടുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട രീതികൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇടുന്നതാണ്. അതുപോലെ തന്നെ 20ൽ 20 മാർക്കും നേടത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നോട്ട് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇടുന്നതാണ്. ക്ലാസ് ഇട്ടതിന് ശേഷം ടെലഗ്രാം ചാനലിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ നോട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 3 ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ 3 ക്ലാസ്സിൻ്റെ നോട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. നിങ്ങൾക്ക് പോയി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നോട്ടോടൊന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റാവും. അതുപോലെ തന്നെ നമ്മുടെ എന്തായാലും പരീക്ഷ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലേക്കായിരിക്കും പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത്. അതിനു മുമ്പ് നമ്മൾ എന്തായാലും ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷം നമ്മൾ മാക്സിമം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിവിഷൻസ് എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇതിനെല്ലാം നിങ്ങൾ ഒരു സപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പ് ചെയ്യണമെന്ന് നമുക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താതെ പോകരുത്. അഭിപ്രായങ്ങളാണ് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് തന്നെ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ആരും ഒരു കമൻറ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പം ഈ ക്ലാസ്സിനായാലും മാക്സിമം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആ ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് തന്നെ മറ്റൊരാൾക്ക് ഈ ഒരു വീഡിയോ എത്തുന്നതാണ്. അപ്പം അതുകൊണ്ടൊന്ന് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പം നോട്ട് ടെലഗ്രാം ചാനലുണ്ട്. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.